ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൽ ഉറച്ചു നിൽക്കുക. അതേ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആഗ്രഹം നാം അവൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കണമെന്നാണ്. ജീവിതയാത്രയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ വലയ്ക്കുമ്പോൾ നമ്മെ കാത്തു പരിപാലിച്ച് പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പകരാം. മനുഷ്യർ നമ്മെ ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകുമ്പോൾ, മനസ്സിലാക്കാതെ പോകുമ്പോൾ, തള്ളിക്കളയുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ സ്നേഹവാനായ ഒരു അപ്പൻ നമുക്കുണ്ട്. നമ്മുടെ കരം പിടിച്ച് വഴി നടത്തുവാൻ അവൻ മതിയായ ദൈവമാണ്. അവൻ്റെ കയ്യിൽ നമ്മുടെ കരങ്ങളെ കൊടുക്കുക. ഈ ലോകത്തിലെ അപ്പനും അമ്മയും ഒരു കുഞ്ഞിൻ്റെ കരം പിടിച്ച് നടന്നാൽ പിന്നെ ആ കുഞ്ഞിനെ യാതൊന്നും പേടിക്കേണ്ട. കാരണം ആ അപ്പനും അമ്മയും തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആ നല്ല കുശവനായ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഒരു കുശവൻ ആ കളിമണ്ണിനെ തനിക്ക് യോജിച്ച പ്രകാരം മനോഹര പാത്രങ്ങളാക്കി മാറ്റുന്നത് പോലെ ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കുമ്പോൾ അവൻ ഏറ്റവും ചന്തവും ഉചിതവുമായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ മതിയായ ദൈവമാണ്. അവൻ വാക്കുമാറാത്തവൻ, എന്നും കൂടെ ഇരിക്കുന്നവൻ, കണ്ടാൽ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തവൻ. ആമേൻ, ആമേൻ, ആമേൻ.